ഹലോ ഗായ്സ്, നമ്മൾ ഗ്രാനിയാണ് ഗായ്സ്. ഓക്കെ, ജാക്കിൻ്റെ വീട് ഞാൻ എടുത്തു ഗായ്സ്. അവനെ ഞാൻ അടിച്ചോടിച്ചു. ഇതാ കണ്ടോ, ബാബു വരെ ഇവിടെ ഇരിക്കുക. എടാ ബാബു, നീ ജാക്കിൻ്റെ കൂട്ട് നിൽക്കാൻ പാടില്ല. ഓക്കെ, നീ ഞാൻ പറയുന്നത് കേട്ടിരിക്കണം. ഓക്കെ ഓക്കെ ഗ്രാനി. അവന് മനസ്സിലായെന്ന് തോന്നുന്നു ഗായ്സ്. നമുക്കപ്പോൾ പോകാം. എനിക്ക് ഉള്ളിൽ കുറെ പണിയുണ്ട് ഗൈസ്. കുറെ ഗ്രാനികളെ ഉണ്ടാക്കണം, ഗ്യാങ് ആവണം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഗൈസ്. ഞാനങ്ങനെ അവിടേക്ക് പോട്ടെ. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും മറന്നിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. മറക്കോ ഇല്ല ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ മന്ത്രമൊക്കെ ചൊല്ലി കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഗ്രാനികളുടെ കൂട്ടം ഉണ്ടായി ഗൈസ്. നമുക്കപ്പോൾ ഒരു ഗ്രാനിനെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് എല്ലാ ഗ്രാനികളുടെ കൂടെ സിറ്റി കറങ്ങാം. ഓക്കെ, എടാ നീ ഇവിടെ നിൽക്ക്, നമ്മളെല്ലാം സിറ്റി കറങ്ങിയിട്ട് വരാം. ശേഷം വേറെ തന്നെ നിർത്തിയിട്ട് നിന്നെ കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ വാ ഗ്രാനികളെ വന്നോളൂ. എൻ്റെ ബാക്കിൽ തന്നെ വരണേ, കൂട്ടം തെറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ചാടാൻ പോവാ. നിങ്ങൾ സ്റ്റെയർ കേസിലേ വരാവൂ. ജാക്കിന്റെ വണ്ടി തന്നെ നമുക്ക് എടുക്കാം. വേറെ ആരുടെ വണ്ടി എനിക്ക് എന്ത് ചെയ്യാനാ, ജാക്കിന്റെ വണ്ടിയാണ് നല്ലതെന്ന് തോന്നുന്നു. നല്ല താറാണ്, ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന വണ്ടിയും കൂടിയാണ്. ഈ വണ്ടി കുലുങ്ങാണ് കേട്ടാ. ഇവരൊക്കെ ചുറ്റും നിന്നിട്ട് ഈ വണ്ടിക്ക് മേലെ വീഴാൻ നോക്കാം. ഒറ്റ ഒന്നിനും വണ്ടി കാണാതെ പോലെ ആക്കാം. ഓക്കെ, എല്ലാരും കയറിയല്ലോ, നമുക്കപ്പോ പോവാം, സിറ്റി കറങ്ങാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് എവിടെ പോവണം എന്ന് ആലോചിക്കാം. നമുക്കിപ്പോ ആദ്യം വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും തിരിക, അതാകുമ്പോ നല്ലതാണല്ലോ. ഓക്കെ, ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നല്ല രസമാണ് ഗൈസ്. ഈ വണ്ടി എടുത്ത് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ സുഖം ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടൂല. ഓക്കെ, നമ്മള് അയ്യോ വണ്ടിക്ക് കൺട്രോൾ ഇച്ചിരി കുറവാണേ, സ്പീഡ് തന്നെയാ കൂടുതൽ. സാരല്ല നമുക്ക് ഓടിക്കാം. സാരില്ല, നമ്മളുടെ ഇപ്പൊ ജാക്കിന്റെ വണ്ടിയല്ലേ, നമ്പർ പ്ലേറ്റ് കണ്ടവരൊക്കെ ഇവന്റെ വണ്ടി എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വെക്കൂലേ, നമുക്കെന്ത് വിഷമം. ഓക്കെ, നമ്മളങ്ങനെ പോവാണ്. അയ്യോ, വണ്ടി ഇടിച്ചു. അയ്യോ, ബ്രേക്കും ഇല്ലല്ലോ. എന്ത് ചെയ്യോ ഇപ്പൊ? അയ്യോ, ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങളൊക്കെ എവിടെയാടാ? എല്ലാരും വന്നല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. 3 4 പേര് 5 6 പേരെല്ലാം ഉണ്ടായിരുന്നല്ലോ, 5 ആയത് എങ്ങനെ? ഒരുത്തൻ എങ്ങാനും കിട്ടിയാ പറയണേ, അന്വേഷിക്ക്. എന്റെ പിറകെ ഉണ്ടാകാത്ത അന്വേഷിക്കടോ. എന്തൊരു മണ്ടന്മാരാണല്ലേ നിങ്ങള്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? അതാ അവിടെ ഒരുത്തൻ. നീ എവിടെ പോയി ഇരിക്കായിരുന്നടാ? നെക്സ്റ്റ് വരുമ്പോ ഞാൻ മറ്റേ ഗ്രാനിനെ കൊണ്ടുവരും, നിന്നെ കൊണ്ടുവരൂല കേട്ടാ. അവിടെ വീട്ടിലിരുത്തും, ജാക്ക് വരുന്നുണ്ടോ നോക്കാൻ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളുടെ വീട് ഗ്രാനി എടുത്തിരിക്കുകയാണ് ഗായ്സ്. എന്ത് ചെയ്യണമെന്ന് പറയാം. നമ്മളങ്ങനെ പോയി ആ ഗ്രാനിയിൽ നിന്ന് ആ ഡോക്യുമെൻറ്റ്സ് എടുക്കണം. ഗ്രാനിക്ക് അറിഞ്ഞൂടാ ആ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ. ഗ്രാനി ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, ഗ്രാനി പോയിന്നാ തോന്നുന്നു ഇങ്ങോട്ടോ. നമ്മളങ്ങനെ ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ പോവാണ് ഗായ്സ്. അയ്യോ, എന്ത് ചെയ്യാനാണ് ഗായ്സ്, നമുക്ക് എന്ത് ചെയ്യാനോ പറ്റൂല. ഞാൻ ജിമ്മിലല്ലേ. ഡോക്യുമെൻറ്റ്സ് ഒരു മിനിറ്റ്. ഇവിടുത്തെ ആർക്കും ഒരാൾക്ക് കോൾ ചെയ്തു ഗായ്സ്, ആരും എടുക്കുന്നില്ല. ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ലാൻഡ് ഫോണിനാണ് കോൾ ചെയ്തത്, അതെടുക്കാൻ പറ്റൂലല്ലോ. ഒരു മിനിറ്റ് അവിടെ
ആ അതാരും ഉണ്ട്. സ്കോപ്പ് പോലും അതിൻ്റെ അടുത്ത് പോകില്ല, അത്ര ഇതായിട്ടുണ്ടാകും. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. സ്കോപ്പ് അടുത്ത് പോകില്ല, AK-47 എടുത്ത് ചറപറ വെടിവെക്കാൻ പോവാം. ഓക്കെ, അങ്ങനെ വെടിവെക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അങ്ങനെ ആ ഗ്രാനി ചത്തിരിക്കുകയാണ് ഗൈസ്. പോലീസിനൊക്കെ വിളിച്ചു പറയാം. ഇനി അങ്ങനെ പോലീസ് ഇങ്ങോട്ട് വന്നാലോ. പോലീസിനോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, ഗ്രാനിയൊക്കെ എൻ്റെ വീട് ആക്രമിച്ചു, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കണം. അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാനി അപ്പോൾ മരിച്ചോ? അല്ല, ഇത് ഗ്രാനിയുടെ മന്ത്രവാദം തോന്നുന്നു, അതുകൊണ്ട് ഇവിടെ ബോഡിയൊന്നും കാണുന്നില്ല. ഓക്കേ. ആ ബാബു, എന്നോടൊന്നും പറയാതെ ഈ ഗ്രാനിയെ ഇവിടെ കുടിയും കയറ്റി ഇരുന്നോട്ടാ. നിനക്ക് അതല്ലേ പറ്റൂ. ഷിൻജാനെ വാടാ. നമുക്കപ്പോൾ ഡോക്യുമെന്റ്സ് എടുക്കാം ഗായ്സ്. ജിമ്മിനകത്ത് ആരെങ്കിലും ഉണ്ടോ? പോലീസ്. ഞാൻ ഗ്രാനിയുടെ കൂട്ടി നിൽക്കുന്ന പോലീസാടാ. ഞാൻ ഗ്രാനിയോട് പറഞ്ഞു, നീ ഇപ്പൊ ഇതാവും, തൂഫാനാവും എന്റെ കയ്യിൽ നിന്ന്. ഷിൻജാനെ നോക്കി നിൽക്കാതെ അടിക്കടാ. ഞാൻ ഒറ്റക്ക് അടിക്കണോ? പിന്നെ നീ ഒന്നും ഒരു കാര്യം ചെയ്യൂലല്ലോ. എനിക്ക് ഡോക്യുമെന്റ്സ് എടുക്കാനുള്ളത്. അടിക്ക് ഷിൻജാനെ, ഞാൻ തോക്കെടുക്കും സാറേ. തോക്ക് കാണിച്ച് എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കണ്ട. ആ കളിത്തോക്കിനെ അവിടെ പോയി വെക്കടാ. പള്ളിപ്പെരുന്നാൾക്ക് വാങ്ങിച്ച കളിത്തോക്കും പിടിച്ച് വന്നിരിക്കാണ്. ഇതിൽ വെടി പൊട്ടുന്ന കണ്ട വടിയായി വെടി കൊണ്ട്. ഓക്കെ, നമുക്ക് ഡോക്യുമെന്റ്സ് എടുക്കാം അല്ലേ ഷിൻജാനെ? ഓക്കെ, നമുക്ക് ഡോക്യുമെന്റ്സ് എടുക്കാം. ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കപ്പോൾ വേഗം പോകണം. ഈ പോലീസുകാരനെ കൊന്ന സ്ഥിതിക്ക് ഗ്രാനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അല്ല, ഗ്രാനി പണ്ട് മറ്റേ ഏതോ ജംഗിളിലുള്ള വീട്ടിലായിരുന്നല്ലോ. പിന്നെ നമ്മുടെ വീട് അടിച്ചു മാറ്റുന്ന കാര്യം എന്താ ഗ്രാനിക്ക്? ഈ ഓട്ടോമാറ്റിക് ഡോറിലൊരു കാര്യം. ഇവിടെ അന്ന് നമ്മൾ ബാൽക്കണിയിലിരുന്ന് വെറുതെ സിറ്റി ചുറ്റിക്കൊണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ വീട് പോലും ഇല്ലാത്ത അവസ്ഥയായി. ഗൈസ്, അവർ സംസാരിക്കുന്ന ശബ്ദം തന്നെ കേട്ടോണ്ട് ഗൈസ് ഇവിടേക്ക് ബാൽക്കണിയിൽ ഇരുന്ന് സംസാരിക്കുന്നതാണെന്നാ തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒളിച്ചിരിക്കാം. അവര് വരുമ്പോ നമുക്ക് അവരെ അടിച്ചു കൊല്ലാം. ഓക്കെ, ഞാൻ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. ആരോ ഒളിച്ചിരിക്കുകയാണെന്നൊന്ന് പറഞ്ഞേ. എനിക്കെന്തോ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. നമുക്ക് താഴെ പോവാം. അതിന് പോലീസുകാർ വീണ്ടും വന്നോ? ഗ്രാനിയുടെ കൂട്ട് നിൽക്കുന്ന പോലീസുകാർ കുറേ ഉണ്ടെന്നാ. നമുക്ക് പോലീസ് ഉണ്ടോ നോക്കാം. എന്തോ ഒരു പന്തികേട് നിഴലൊക്കെ. ഇത് പോലീസല്ലല്ലോ, വടിയൊക്കെ ഉണ്ട്. ഇത് ഗ്രാനിയല്ലേ? വലിയ ഗ്രാനി ഉണ്ടല്ലോ കൂട്ടില്. ഓ, രണ്ടാത്മോ. ഇവര് രണ്ടുപേരും ഒറ്റ വെടിക്ക് കൊല്ലാൻ പറ്റുന്നു. ഷിൻജാനെ മാറി നോട്ടാ. അയ്യോ ഷിൻജാന, ഷിൻജാന് പോയി ഗായ്സ്. എന്ത് ചെയ്യാനാ? അവൻ നിലത്തിരിക്കുന്ന കിടപ്പ് കണ്ട എനിക്ക് പോലും പറ്റുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെയാണോ സഹിക്കാൻ പറ്റുന്നത്? വിഷമാണ് ഗൈസ്. വീട് കിട്ടിയാലെന്താ? ഷിൻചാനില്ലാത്ത വീട് ആർക്ക് വേണം? ഷിൻചാൻ ഉണ്ടെങ്കിലേ ഞാനുള്ളൂ. പിറകിലാരാ? ഗ്രാനി വന്നോ? അല്ല, ഷിൻചാനാണ് ഗൈസ്. ഷിൻചാനെ, നിനക്കൊന്നും പറ്റില്ലേ? ഓ ഭാഗ്യം. നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഷിൻചാനെ ഞാൻ നിന്നെ അത്രയും വിഷമിച്ചേ. നമുക്ക് ഈ വീഡിയോ ഇപ്പൊ വൈൻഡപ്പ് ആക്കാം.